5 മിനിറ്റിൽ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു 4 മണി പലഹാരത്തിന്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. ഇതുണ്ടാക്കാനായിട്ട് ഞാനിവിടെ നല്ല പഴുത്ത നേന്ത്രപ്പഴമാണ് എടുത്തിരിക്കുന്നത്. 3 ചെറിയ വലുപ്പത്തിലുള്ള പഴമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. വലുതൊക്കെ ആണെങ്കിൽ 2 എണ്ണം മതിയാകും. അത് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഒന്ന് മിക്സറിന്റെ ജാറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരല്പം കേടൊക്കെ വന്നിരുന്നു. അപ്പോൾ ഏകദേശം 2.5 പഴം മാത്രമേ എനിക്ക് കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഇതിലേക്ക് ഇനി 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. പഞ്ചസാര നിങ്ങളുടെ മധുരത്തിന് പാകത്തിന് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ അതായത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കാൻ വേണ്ടി പോകുന്നത് മുട്ടയാണ്. ഒരു മുട്ടയാണ് ഞാനിവിടെ പൊട്ടിച്ചൊഴിച്ചു കൊടുത്തിരിക്കുന്നത്. മുട്ടയില്ലാതെയും ഈ ഒരു പലഹാരം ഉണ്ടാക്കാം. അതെങ്ങനെയാണെന്ന് ഞാൻ വഴിയെ പറയുന്നുണ്ട്. അപ്പോൾ ആ മുട്ട കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ആ ഒരു മുട്ടയുടെ മണക്കം മാറാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഒരു നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ട് 1/4 ടീസ്പൂണിൻ്റെ പകുതി അളവ് മഞ്ഞൾപ്പൊടി കൂടി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഹൈ സ്പീഡിൽ നന്നായിട്ടൊന്ന് അരച്ചെടുത്താൽ മതി. അതിനുശേഷം ഇതിലേക്ക് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/2 കപ്പ് മൈദയാണ് ഞാനിവിടെ ഇട്ട് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്കിത് മൈദയിലോ ഗോതമ്പ് പൊടിയിലോ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ സാധാരണ നമ്മൾ പഴംപൊരിയൊക്കെ തയ്യാറാക്കുമ്പോൾ മൈദയിലാണല്ലോ തയ്യാറാക്കി എടുക്കാറ്. ആ ഒരു രീതിക്ക് തന്നെയാണ് തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം 1/2 കപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഉപയോഗിക്കുന്ന പഴത്തിന്റെ വലുപ്പമൊക്കെ അനുസരിച്ച് മൈദ ചേർത്ത് കൊടുക്കുന്നതിന്റെ അളവിൽ വ്യത്യാസം വരും. എനിക്കിപ്പോൾ ഇവിടെ 1/2 കപ്പ് മൈദ മാത്രമേ ആവശ്യമായിട്ട് വന്നിട്ടുള്ളൂ. നന്നായിട്ട് തന്നെ അതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നല്ലപോലെ ബീറ്റ് ചെയ്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു പാകത്തിനുള്ള കൂട്ടാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. മുട്ട ചേർക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് 1/4 ടീസ്പൂണിന്റെ പകുതി അളവ് ബേക്കിംഗ് സോഡ ചേർത്ത് നല്ലപോലെ തന്നെ ബീറ്റ് ചെയ്ത് ഒരു 10 മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്തിട്ട് വേണമെങ്കിലും ഈ ഒരു കൂട്ടുണ്ടാക്കി എടുക്കാവുന്നതാണ്. ഇനി ഇതെങ്ങനെയാണ് ഫ്രൈ ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാൻ എണ്ണ നല്ലപോലെ ചൂടാക്കാൻ വേണ്ടി വെച്ചിരുന്നു. എണ്ണ ചൂടായി വന്നതിന് ശേഷം കയ്യിൽ ഒരല്പം വെള്ളമാക്കിയിട്ട് കൂട്ടി ഇതുപോലെ എടുത്ത് ഒരു ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് ഇട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. ഈസിയായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പറ്റും. ഈ ഒരു പാകത്തിന് കൂട്ട് തയ്യാറാക്കി എടുക്കുകയാണെങ്കിൽ അപ്പോൾ അതിനനുസരിച്ച് മാത്രം മൈദ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. മൈദയോ ഗോതമ്പ് പൊടിയോ ഏതായാലും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കളർ മാറും, പക്ഷേ ഉള്ളോളം വെന്ത് വരില്ല. ഇത് ചെറിയ ചെറിയ ബോൾസ് ആയതുകൊണ്ട് തന്നെ ഇത് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സമയമൊന്നും എടുക്കില്ല. കുറച്ച് സമയം കഴിയുമ്പോഴേക്കും തന്നെ ഒരു ഭാഗം നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ടാവും. അപ്പോൾ നമുക്കിത് തിരിച്ചു കൊടുക്കാം. അങ്ങനെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് എല്ലാ ഭാഗവും നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിൽ പഴവും മധുരമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് കളർ മാറി വരും. അത് അപ്പം ഹൈ ഫ്ലെയിമിലാണ് വെക്കുന്നുണ്ടെങ്കിൽ കളർ നല്ലപോലെ ഡാർക്കായി മാറും. ഇപ്പോൾ ഇതിപ്പോൾ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഇതേപോലെ തന്നെ ബാക്കിയുള്ളതൊക്കെ തയ്യാറാക്കി എടുക്കാം. ശരിക്കും സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരം തന്നെയല്ലേ ഇത്. പഴംപൊരിയൊക്കെ ഉണ്ടാക്കണം അത്ര സമയം പോലും വേണ്ട. കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ എന്നും പഴംപൊരിയൊക്കെ കഴിക്കുന്ന കൂട്ടത്തിൽ ഇടയ്ക്ക് ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല സ്പോഞ്ചി ആയിട്ടുള്ള ഈ ഒരു പലഹാരം നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. പഴം ഇഷ്ടമല്ലാത്ത കുട്ടികൾക്കും ഈ ഒരു രീതിക്ക് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ട് അവർ കഴിച്ചിട്ട് പോയിക്കോളും. എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. ഫീഡ്ബാക്സ് ഒക്കെ പറയാൻ മറക്കരുത്. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി കാണാം.